ഹായ് ഹലോ, ഇന്നത്തെ വീഡിയോ കുറച്ച് ഒരു സ്പെഷ്യാലിറ്റി ഉള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇത് എടുക്കുന്നതിന് മുന്നേ തന്നെ വളരെ എക്സൈറ്റഡ് ആയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. അപ്പം തംബ്നെയിലിൽ നിങ്ങൾ കണ്ട പോലെ തന്നെ നമ്മുടെ ക്യാപ്റ്റൻ കൂളിന്റെ വീടിന്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. അതായത് ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ ആയിട്ടുള്ള MS ധോണിയുടെ, നമ്മളെല്ലാവരുടെയും പ്രിയപ്പെട്ട MS ധോണിയുടെ വീടിന്റെ വിശേഷങ്ങൾ. അദ്ദേഹം 2018 തന്റെ 2017 ക്യാപ്റ്റൻസി ഒഴിയുന്നത് വരെ 18 വരെ അദ്ദേഹം താമസിച്ചിരുന്ന റാഞ്ചിയിലെ അദ്ദേഹത്തിന്റെ പ്രധാന വീടിന്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു കൊച്ചു വ്ളോഗിൽ നമ്മൾ കാണുന്നത്. റാഞ്ചി എന്നൊരു സ്ഥലപ്പേര് കേൾക്കുമ്പോൾ തന്നെ MS ധോണി എന്നുള്ള ഒരു പേരായിരിക്കും നമ്മളെല്ലാവർക്കും ഓർമ്മ വരുന്നത്, ഇന്ത്യക്കാരായിട്ടുള്ള ആർക്കും ഓർമ്മ വരുന്നത്. അതുകൊണ്ട് തന്നെ റാഞ്ചി സർക്കാർ, അതായത് ഇപ്പം പണ്ട് ഒറീസ ആയിരുന്നു, ഇപ്പം ജാർഖണ്ഡ് സംസ്ഥാനമാണ്. അപ്പം ജാർഖണ്ഡ് സർക്കാർ MS ധോണിക്ക് റാഞ്ചിയിൽ ഒരു പാരിതോഷികമായി കൊടുത്തിട്ടുള്ള സ്ഥലത്ത് MS ധോണി നിർമ്മിച്ചിട്ടുള്ള വലിയൊരു മാൻഷൻ, ഒരു ബംഗ്ലാവ് എന്ന് തന്നെ പറയാം. ആ ഒരു ബംഗ്ലാവിന്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ അധികം ഞാൻ പറഞ്ഞു നീട്ടുന്നില്ല, നമുക്ക് നേരെ നമ്മൾ ആ ഒരു വീടിന്റെ വിശേഷത്തിലേക്ക് കടക്കാം. നമ്മൾ റാഞ്ചിയിൽ നിലവിൽ ഹംറു എന്നുള്ള ലൊക്കേഷനിലേക്കാണ് നമ്മൾ ഇപ്പം നിലവിൽ നിൽക്കുന്നത്. അപ്പം ഹംറു ഹൗസിംഗ് കോളനി, അതാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പേര്. അപ്പം അവിടുന്ന് നമ്മൾ ജസ്റ്റ് അവിടെ ഒരു പോലീസ് സ്റ്റേഷൻ്റെ റോഡുണ്ട്. ആ പോലീസ് സ്റ്റേഷൻ്റെ റോഡിന് ജസ്റ്റ് നമ്മൾ ഇങ്ങോട്ടേക്ക് എടുക്കുമ്പോൾ തന്നെ നമ്മളെ വെൽക്കം ചെയ്യുന്ന വീടാണ് നമ്മളെ ധോണിയുടെ വീട് എന്ന് പറയുന്നത്. ഇത് നമുക്കിവിടെ കാണാം. അപ്പം ഞാനിവിടെ നല്ല വാഹനം ഇവിടെ സൈഡിൽ നിർത്തുകയാണ്. എന്നിട്ട് ഇറങ്ങിയ ശേഷം നമുക്ക് വിശേഷത്തിലേക്ക് കിടക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഇപ്പം നിലവിൽ ധോണിയുടെ വീടിൻ്റെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇത് എൻ്റെ തൊട്ട് പിറകെ കാണുന്ന ഈ ഒരു പ്രോപ്പർട്ടിയാണ് ധോണിയുടെ വീട്. ശൗര്യ എന്നാണ് ഈ ഒരു വീടിന് പേരിട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഏകദേശം ഇത് നോക്കുമ്പോൾ മുന്നിൽ നോക്കുമ്പോൾ വളരെ ചെറിയൊരു പ്രോപ്പർട്ടിയാണ്, പക്ഷേ അത് വളരെ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു വീട് തന്നെയാണ്. ഇപ്പം നമ്മൾ റാഞ്ചിയിൽ നിൽക്കുന്നത് ഹംറു ഹൗസിംഗ് കോളനി എന്നൊരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒരു HP പെട്രോൾ പമ്പ് ഉണ്ട്. അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ജസ്റ്റ് ലൊക്കേഷൻ ഇപ്പം വന്ന് കാണാൻ താല്പര്യമുള്ള ആളുകൾക്കൊക്കെ ജസ്റ്റ് ഒരു ഹംറു ഈ ഒരു HP പെട്രോൾ പമ്പ് ഓർത്താൽ മതി. നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത്. ശൗര്യ എന്നാണ് ഈ ഒരു വീടിന് പേര് അദ്ദേഹം നൽകിയിരിക്കുന്നത്. ഏകദേശം ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് ഏകദേശം ഒരു 38 സെൻറ്റ് സ്ഥലം അന്ന് 2007 ഈ ഒരു സംസ്ഥാന സർക്കാർ അദ്ദേഹത്തിന് പ്രസൻറ്റ് ചെയ്തതായിരുന്നു എന്നുള്ളതാണ്. അപ്പം ഇത് നിലവിൽ വരുന്നത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അങ്ങനെ 3 ഫ്ലോറിലായിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത്. ഏറ്റവും അപ്പർ ഫ്ലോറിലും നമുക്ക് അതിൻ്റെ പിറകിലായിട്ട് ഒരു ജസ്റ്റ് പൂള് കാര്യങ്ങളൊക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഫെസിലിറ്റിയും ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഇത് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. തൊട്ടടുത്തായിട്ട് നമുക്ക് SBI ഒക്കെ കാണാം. അപ്പം ഇപ്പം നിലവിൽ ഇത് കാണുമ്പോൾ കുറച്ചൊരു സങ്കടമുണ്ട്. കാരണം ഇപ്പം നിലവിൽ അദ്ദേഹം ഇവിടെ താമസമില്ല. അദ്ദേഹത്തിൻ്റെ തൊട്ട് പുതിയ വീട്ടിലേക്കാണ് അദ്ദേഹം താമസം മാറിയിട്ടുണ്ട്. ഔട്ടർ റിംഗ് റോഡിലുള്ള അദ്ദേഹത്തിൻ്റെ പുതിയ ഫാം ഹൗസിലാണ് ധോണി ഇപ്പം താമസമുള്ളത്. നമുക്ക് ഉള്ളിലെ വിശേഷം എന്താണെന്നുള്ളതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കാം. ലോക്ക്ഡാണ്, ഇപ്പം നിലവിൽ ഇവിടെ ആരും ഇല്ല. ഗേറ്റൊക്കെ ലോക്ക്ഡാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഗേറ്റിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെയാണ് ജസ്റ്റ് ഒന്ന് പുറമെ ഒന്ന് കാണുന്നതേ ഉള്ളൂ. ഇത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇത് നേരെ പോയി പാർക്കിംഗ് ആണ്. അവിടെ അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് ഒക്കെ അതിലാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഒരു പഴയ ഒരു സ്കോർപ്പിയോ അതിനുള്ളിൽ കാണാൻ പറ്റുന്നുണ്ട്. അപ്പം ഈ വീടിന് പുറമേ ഉള്ളൊരു കാഴ്ചയാണ് ഇപ്പം നിലവിൽ നമ്മൾ കാണുന്നത്. അതായത് നമ്മൾ ഫ്രണ്ട് ലുക്ക് നമ്മൾ കണ്ടു. അപ്പം ഇത് നേരെ സൈഡിലുള്ള ഒരു വ്യൂ ആണ്. അതായത് ഈ റോഡിൽ നിന്നും നേരെ തൊട്ട് അടുത്ത് തന്നെ പോലീസ് സ്റ്റേഷനാണ്. അത് അവിടെ കാണുന്ന ബിൽഡിങ് പോലീസ് സ്റ്റേഷനാണ്. അപ്പോൾ ഇതാണ് വീടിൻ്റെ ഒരു സൈഡ് വ്യൂ എന്ന് പറയുന്നത്. നിലവിൽ കണ്ടില്ലേ, ഒരു ഫസ്റ്റ് ഫ്ലോർ ഉണ്ട്, സെക്കൻഡ് ഫ്ലോർ ഉണ്ട്, തേർഡ് ഫ്ലോറിലായിട്ടും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരുപാട് വലിയ പ്രോപ്പർട്ടിയാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഏകദേശം ഈ ഒരു പ്രോപ്പർട്ടി 20,000 സ്ക്വയർ ഫീറ്റ് വരുന്നൊരു വീടാണ്. നമ്മൾ ഈ റോഡ് ഇങ്ങനെ നേരെ വരികയാണ്, ഇതിൻ്റെ പിറകിൽ തന്നെ വരികയാണ്. അപ്പം വീടിൻ്റെ പിറക് വശത്താണ് നമ്മളിപ്പം എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം നിലവിൽ ആരും ഇവിടെ താമസമില്ല. അദ്ദേഹം ഈ പ്രോപ്പർട്ടി ഇപ്പം അദ്ദേഹത്തിൻ്റെ സിസ്റ്ററിൻ്റെ പേരിലേക്ക് നൽകി എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. അന്വേഷിച്ച സമയത്ത് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്.
അപ്പോൾ നമ്മൾ ഇത് തൊട്ട് പിറകിൽ വാഹനമൊക്കെ കയറുന്ന ഗേറ്റാണ്. അപ്പോൾ അദ്ദേഹം വന്നുകൊണ്ടിരുന്നതൊക്കെ ഈ ഒരു റൂട്ടിന് വന്നിട്ട് നേരെ ഇവിടെ നിന്ന് ഈ ഗേറ്റിന് നേരെ വാഹനം കയറ്റിയിട്ട് നേരെ ഇതിന് നേരെ പിറകിൽ അവിടെ തന്നെയാണ് പോർച്ച് ഉള്ളത് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഒന്ന് ഗേറ്റിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ ഒന്ന് കാഴ്ചകൾ വല്ലതും കാണാൻ കഴിയുമോ എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതാണ് ഉള്ളിലെ കാഴ്ച. JH01J007 എന്നുള്ള ഒരു സ്കോർപിയോ ആണ്. അവിടെ ഇപ്പം കാറ്റൊക്കെ പോയിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ ഇതൊരു സെക്യൂരിറ്റി റൂമും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതൊക്കെയാണ് എന്തോ റെനോവേഷനൊക്കെ അവർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു തോന്നുന്നു. ഇതൊക്കെയാണ് അവിടുത്തെ ഉള്ളിലുള്ള കാഴ്ചകളായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് എന്നുള്ളതാണ്. ധോണി അദ്ദേഹത്തിൻ്റെ കരിയറൊക്കെ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം അദ്ദേഹം ഫസ്റ്റ് ടൈമിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഇത് എന്നുള്ളതാണ്. അതുകൊണ്ട് ഏകദേശം ഒരു 13ഓളം വർഷം അദ്ദേഹം ഇന്ത്യൻ ടീമിൽ ഉണ്ടായിരുന്ന സമയത്തും ഇന്ത്യൻ ടീമിലെ ക്യാപ്റ്റൻസി അലങ്കരിച്ച സമയത്തും ഒക്കെ തന്നെ ഒരു 13ഓളം വർഷം അദ്ദേഹം താമസിച്ചിരുന്ന ഒരു വീടാണ് ഇത് എന്നുള്ളതാണ്. അപ്പം ഇതിൽ ഞാൻ കാണുന്ന ഒരു പ്രധാന പ്രയാസം അദ്ദേഹം നേരിട്ടുണ്ടായിരുന്നത് വെച്ചാൽ പലപ്പോഴും നമ്മൾ പല കളിയിലൊക്കെ ഇന്ത്യ തോൽക്കാറുണ്ടാവാം. അപ്പോൾ അങ്ങനെയൊക്കെ സമയത്ത് ആരാധകരൊക്കെ വന്നിട്ട് അദ്ദേഹത്തിനെതിരെ മുദ്രാവാക്യം വിളിക്കുന്നതും കല്ലെറിയുന്നതും ഒക്കെ ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നന്നായിട്ട് ഉണ്ടാവും എന്നുള്ളതാണ്. കാരണം ഇത് ഈ റോഡിൻ്റെ വളരെ തൊട്ടടുത്താണ്. കാരണം ഒരു ജനൽച്ചില്ല പോലും ഇതിൽ ഒരു ബ്രേക്ക് ആവാത്തത് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം തൊട്ട് പിറകിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം അത്രയും രീതിയിൽ തന്നെയാണ്, അത്രയും റോഡിന് അടുത്തായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു പ്രൈവസി ഇഷ്യൂ ഈ ഒരു പ്രോപ്പർട്ടിയിൽ വല്ലാണ്ടുണ്ട് എന്നുള്ളതിൽ യാതൊരുവിധ സംശയവും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു പ്രൈവസി ഇഷ്യൂ കൊണ്ട് തന്നെ ആയിരിക്കാം അദ്ദേഹം ഇവിടെ നിന്ന് മാറാനുള്ളൊരു പ്രധാന റീസണായിട്ട് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ അദ്ദേഹം ഏകദേശം ഒരു 7 ഏക്കറോളം വരുന്ന ഒരു പ്രോപ്പർട്ടിയാണ് അദ്ദേഹത്തിൻ്റെ റിംഗ് റോഡിലുള്ള ഫാം ഹൗസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഫാം ഹൗസിലാണ് അദ്ദേഹം ഇപ്പോൾ ഉള്ളത്. അതും റോഡിൽ നിന്ന് നമുക്ക് കാണാനൊന്നും പറ്റില്ല. അപ്പം ഇപ്പം നിങ്ങൾ ചിത്രത്തിൽ കാണുന്നത് അദ്ദേഹത്തിൻ്റെ ആ ഫാം ഹൗസിൻ്റെ ചിത്രങ്ങളൊക്കെയാണ്. ധോണി അദ്ദേഹത്തിൻ്റെ ഒരു പ്രതാപ കാലത്ത് പറഞ്ഞാൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതാപം നഷ്ടപ്പെട്ടു എന്നുള്ളതല്ല, അദ്ദേഹം ഇന്ത്യൻ ക്യാപ്റ്റനായിരുന്ന സമയത്ത് താമസിച്ചിരുന്ന, അദ്ദേഹം വന്ന് നാട്ടിലേക്ക് വരുന്ന സമയത്ത്, റാഞ്ചിയിലേക്ക് വരുന്ന സമയത്ത് അദ്ദേഹം ഉപയോഗിച്ചിരുന്ന വീടിൻ്റെ വിശേഷമാണ് നമ്മളിപ്പം കണ്ടിട്ടുള്ളത്. അപ്പം ഇതിന് കൂടെ തന്നെ അദ്ദേഹത്തിന്റെ പുതിയ റിംഗ് റോഡിൽ സ്ഥിതി ചെയ്യുന്ന പുതിയ വീടിന്റെ വിശേഷങ്ങൾ കൂടി നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. എനിവേ വീണ്ടും റിയൽ എസ്റ്റേറ്റ് റിലേറ്റഡ് ആയിട്ട് ഇത്തരം കണ്ടന്റുകളുമായി നമ്മൾ വീണ്ടും വരുന്നതാണ്. അൺടിൽ നെക്സ്റ്റ് വീഡിയോ, മല്ലു റിയൽറ്റർ സൈനിങ് ഔട്ട്. താങ്ക് യു.